ഹലോ, ഞാൻ നിങ്ങളുടെ അയന. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. സൗണ്ട് ഓക്കെ ആയിട്ടൊന്നുമില്ല, അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ആക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് അങ്ങ് പോയാലോ. എൻ്റെ പേര് അജാസ്, വീട്ടിലെന്നെ അജു എന്ന് വിളിക്കും. എനിക്കൊരു 23 വയസ്സുണ്ട് പ്രായം. താമസിക്കുന്നത് എറണാകുളത്താണ്. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വെറുതെ നടക്കുക. എന്നാലും ഞാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കെല്ലാം സഹായിയാണ്. പിന്നെ എൻ്റെ ഹോബി എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ എല്ലാ മക്കളും ചെയ്യുന്ന പോലെ തന്നെ അതൊക്കെ കണ്ട് ഓരോന്ന് വായിക്കുകയും കേൾക്കുകയും. പിന്നെ ഞാൻ ഇതൊന്നും അല്ല, 2 പെണ്ണുകൾ നല്ല വണ്ണതാക്കിയിട്ടുണ്ട്. കാണാൻ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടും നല്ല ഭാഗ്യമുള്ളത് കൊണ്ടും നല്ലൊരു കളിക്കാരനാണ് ഞാൻ. എനിക്ക് സ്വന്തമായിട്ട് പെങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കസിൻ പെങ്ങളുണ്ട്, റുക്സാന എന്ന അവളുടെ പേര്. എൻ്റെ അമ്മായിയുടെ മകളാണ്. 1 കിലോമീറ്റർ ഗ്യാപ്പുള്ള വീടെങ്കിലും ഞങ്ങൾ ഒരുപാടൊന്നും കാണാറില്ല. കാരണം അവളുടെ ഉമ്മ, അതായത് എൻ്റെ അമ്മായി, ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. മോളെ കെട്ടിപ്പൂട്ടിയിട്ട് വളർത്താനാണ് അവർക്കിഷ്ടം. പിന്നെ ഞങ്ങൾ കൂടുതൽ കാണുന്നത് എന്തെങ്കിലും ചടങ്ങുകളോ പരിപാടികളോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ്. ആദ്യമൊക്കെ ഞാൻ അവളോട് വളരെ നോർമലായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ കഥകളുടെ വായന കൂടി വന്നപ്പോൾ പെണ്ണിനെ ഞാൻ എല്ലാ രീതിയിലും നോക്കാൻ തുടങ്ങി. എപ്പോഴും ബീഫും ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ടേ അവളൊരു നല്ലൊരു അതായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ വളർച്ച പെണ്ണിൻ്റേത് എല്ലാത്തിനും. 19 വയസ്സാണ് പ്രായം, പക്ഷേ ഒരു 36 ഉണ്ട് താനും. ഇടയ്ക്ക് അമ്മായിയുടെ വീട്ടിൽ പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരു ഷോർട്ട്സും പണിയും മാത്രമായിരിക്കും ഇട്ടിരിക്കുക. എൻ്റെ പൊന്നോ, എനിക്ക് കാണുമ്പോൾ തന്നെ സെറ്റാവും. ഷോർട്ട്സ് ഇപ്പോൾ തിരിഞ്ഞ് വെച്ചേക്കുന്ന ഓരോ ഇതും രക്തയോട്ടത്തിൻ്റെ സ്പീഡ് കൂട്ടും. ലൂസായി കിടക്കുന്നത് അതൊക്കെ കണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. നല്ല രീതിക്ക് കാണാൻ സാധിക്കും വീട്ടിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ പിന്നെ പറയേ വേണ്ട. ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കും അമ്മ ഇവളെ എനിക്ക് കെട്ടിച്ച് തന്നിരുന്നെങ്കിൽ. അമ്മായിയുടെ മകൾ എൻ്റെ മുറപ്പെട്ട് കൂടിയാണല്ലോ. ഇപ്പം പറഞ്ഞ ദർശന സുഖം എനിക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്നൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മായി അവിടെയുള്ള സമയമാണെങ്കിൽ പെണ്ണ് പെട്ടെന്ന് തട്ടാൻ പാൻറ്റൊക്കെ എടുത്തിട്ടിട്ട് എന്നിട്ട് മണ്ണിൻ്റെ മുകളിലൂടെയൊക്കെ ചുറ്റിക്കൊണ്ട് ഒക്കെ മറിച്ചിട്ടായിരിക്കും വരിക. പ്രായത്തിൽ കവിഞ്ഞ പെണ്ണിൻ്റെ ഇതൊക്കെ കാണാൻ ആസ്വദിക്കാതിരിക്കാൻ വേണ്ടി അമ്മായി അവളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ നല്ല വഴക്ക് കേൾക്കും. കാരണം അമ്മായിക്ക് അറിയാമല്ലോ, തൊട്ട പൊട്ടുന്ന പ്രായമാണ് പെണ്ണിൻ്റേത്. പിന്നെ എൻ്റെ പ്രായത്തിലുള്ള ആൺപിള്ളേരുടെ കാര്യമാണെങ്കിൽ പറയും വേണ്ട, ഉറപ്പായും മോളുടെ ഒക്കെ നോക്കും. ഏതുമ്മയാ അതിന് സമ്മതിച്ചു കൊടുക്കാമല്ലേ. ഞാനാണെങ്കിൽ അമ്മായി ഉള്ളപ്പോൾ അവളോട് വലിയ തമാശയൊന്നും പറയാറൊന്നുമില്ല. പഠിത്തത്തെക്കുറിച്ചും മറ്റും ചെറുതായിട്ടുള്ള സംസാരം. എന്നിട്ട് വേഗം അവിടെ നിന്ന് വലിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മായിയുടെ മുന്നിൽ നല്ല സർട്ടിഫിക്കറ്റാണ്. അവൻ നല്ല പയ്യനാണ് അമ്മായി പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാമ ഗൾഫിലാണ്, അതായത് റുക്സാനയുടെ വാപ്പ. മാമ ഗൾഫിൽ കിടന്ന് സമ്പാദിക്കുന്ന കാശി ഇവിടെയായിരുന്നു കൈകാര്യം ചെയ്യുന്നതും അമ്മായി തന്നെയാണ്. ഒരാൾക്കും ഒരു 5ൻ്റെ വയസ്സ് പോലും അമ്മായി കൊടുക്കാറില്ല. എൻ്റെ വാപ്പ ഒരു ദിവസം അമ്മായിയോട് കുറച്ച് ക്യാഷ് കടം ചോദിച്ചു. അവർ കൈ ക്യാഷ് വെച്ചിട്ടും വാപ്പയുടെ മുഖത്ത് നോക്കി ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഈ ക്യാഷെല്ലാം വെച്ച് അമ്മായി ചെയ്യുന്ന നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഭക്ഷണമെല്ലാം മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നല്ല കൊഴുത്തതാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരാൾക്കും അതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മായിക്ക് എല്ലാവരെയും സംശയമാണ്. ഡെലിവറി ബോയ്സിനൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണെന്നും പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോലും ഈ അമ്മായി റുക്സാനയെ സമ്മതിക്കാറില്ല. ആലോചിച്ച് നോക്കിയ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ റുക്സാന ഒരു കൂട്ടിലിട്ട തത്ത തന്നെയാണ്. നല്ല ചുവന്ന ചുണ്ടുള്ള തത്ത.
അങ്ങനെ ഒരു ദിവസം മാമ ഗൾഫിൽ നിന്നും നാട്ടിലോട്ട് വന്നൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടു. അയാളുടെ വീട് കോഴിക്കോടാ. വേറെ ആരെങ്കിലും ഈ സാധനം പേടിക്കാൻ പറഞ്ഞു വിട്ടാൽ അതിൻ്റെ ഒരു പങ്ക് ആർക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്ന കാരണത്താൽ അമ്മായി തന്നെ ആ സാധനങ്ങൾ മേടിക്കാൻ വെളുപ്പിന് പുറപ്പെട്ടു. ആര് വന്നാലും വാതിൽ തുറക്കരുത്, എന്തുണ്ടെങ്കിലും അപ്പം തന്നെ വിളിക്കണം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട റുക്സാനെ വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട് അമ്മായി എവിടെയെങ്കിലും പോകുന്നത്. എൻ്റെ നല്ല കാലത്തിന് ഉമ്മ വീട്ടിൽ കുറച്ച് പായസം ഉണ്ടാക്കിയത് അമ്മായിക്ക് കൊണ്ടു കൊടുത്തേക്കെന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് അയച്ചു. ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോൾ റുക്സാന ജനൽ കൂടി ആരാന്ന് പുറത്തേക്ക് നോക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മായി ഇവിടെ ഇല്ലയെന്ന്. എന്നെ കണ്ടപ്പോൾ തന്നെ റുക്സാന വളരെ സന്തോഷത്തോടെ വന്ന് ഡോറ് തുറന്നു. ആ, ഇക്കാക്കയായിരുന്നോ? വാ, അകത്തോട്ട് കയറി വാ, ഇവിടെ ഇരിക്കേ. ഇക്കാക്ക് ഷാർജ ഷേക്ക് വേണോ? ഞാനത് ഉണ്ടാക്കാൻ പോവുമായിരുന്നു. ഇതെന്താ കയ്യിൽ? ഞാൻ റുക്സാന പറഞ്ഞ പകുതി കാര്യങ്ങൾ കേട്ടു, ബാക്കി പകുതി കേട്ടില്ല. കാരണം എൻ്റെ കണ്ണ് അവളുടെ ഓരോത്തിടത്തേക്കായി ഓടി നടക്കുകയായിരുന്നു. സാധാരണ പെണ്ണുങ്ങൾ വീട്ടിൻ്റെ പോലത്തെ പാവാടയും പനിയൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്നാലും എന്തൊരിതാണല്ലോ ഇവള്. അങ്ങനെ എൻ്റെ ശ്രദ്ധയൊക്കെ മാറി. പിന്നെ അവളുടെ സംസാരം കേട്ട് നേരെയായി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാർജയായിട്ട് അവൾ വന്നു. ഞാൻ ചോദിച്ചു, അമ്മായി എവിടെ പോയൊക്കെ ആണ്ടി? റുക്സാന, ഉമ്മച്ചി കോഴിക്കോട് പോയിരിക്കുക. ഞാനിത് ഇക്കാക്കാനോട് പറഞ്ഞൊന്നും പറയണ്ട കേട്ടോ. ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മച്ചി സാധനങ്ങൾ മേടിക്കാൻ മാർക്കറ്റിൽ പോയിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും എന്നൊക്കെ പറയാനാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഉമ്മച്ചിന് വരുമ്പോൾ എന്തായാലും രാത്രിയാവും. ഇക്കാക്ക് വന്നതും നന്നായി. ഞാൻ ആരും മിണ്ടാനില്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ എൻ്റെ എണ്ണീറ്റ് ഇന്ന് മൊത്തം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ കുള്ളിന് കോരി. ഓ, എന്തൊക്കെയായാലും ഇവളെ കെട്ടുന്നവൻ്റെ ഭാഗ്യം. അമ്മായി ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്നാക്കാനൊന്നും അവളെ മെനക്കിടുന്നില്ല. ഭാഗ്യം. പെണ്ണ് ഇട്ടേക്കണതൊക്കെ കണ്ട് ഞാനിങ്ങനെ വെള്ളം ഇറക്കിയിരിക്കുക. നീ എവിടെ എന്തെടുക്കായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ആ, വെറുതെ ടി വിയും കണ്ട് കിടക്കായിരുന്നു ഇക്കാക്ക. ബോറടിച്ച് ചാകുമായിരുന്നു. ഇക്കാക്ക ഇന്നെനിക്ക് സമൂസ ചാറ്റ് മേടിച്ച് തരുമോ? ഉമ്മ വന്നാൽ പിന്നെ അതിന് സമ്മതിക്കില്ല. ഇപ്പം വേണ്ട, വൈകുന്നേരം മതി. അതിനെന്താ, മേടിച്ചുതരാം. ഉമ്മാനോട് പറയണ്ട കേട്ടോ ഇക്കാക്ക. ഉമ്മ അറിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും. അതും പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. പെണ്ണിൻ്റെ ചൂടിട്ടിയപ്പോൾ തന്നെ സഹിക്കുമോ നമുക്ക്, അല്ലേ? ഇക്കക്ക, എനിക്ക് ഇക്കക്കയുടെ ഫോണൊന്ന് തരുമോ? ഞാൻ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ നോക്കിൻ്റെ ഇടയിൽ എൻ്റെ കൈമുട്ട് അവിടെ ഒന്ന് ചെറുതായിട്ട് തട്ടി. ആ ഒരു സോഫ്റ്റ്നെസ് അത് ഞാൻ ശരിക്കറിഞ്ഞു. ഞാൻ മൊബൈൽ പോക്കറ്റിൽ നിന്ന് മുഴുവൻ എടുത്തില്ല. പകുതി പുറത്തെടുത്തപ്പോഴേക്കും അവൾ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ബാക്കി വലിച്ചെടുത്തു. അതിങ്ങനെ അമരുമ്പോഴുള്ള സുഖേ, എൻ്റെ സാറേ. ഞാൻ പതുക്കെ അതുമേന്ന് നോക്കി. പണി പാളുമോ? ഇതെന്തെങ്കിലും വെച്ചൊന്ന് മറയ്ക്കണമല്ലോ, അല്ലെങ്കിൽ ഇവളുടെ മുന്നിൽ ഞാനിപ്പോൾ നാറും. ചിലപ്പോൾ ഇതൊന്നും കണ്ടാൽ പെണ്ണിന് മനസ്സിലാവാൻ വഴിയില്ല. അപ്പം റുക്സാന, ഇക്കാ ഇത് ലോക്കൊന്ന് മാറ്റി തരുമോ? അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. പക്ഷേ ഞാൻ എൻ്റെ കൈ അവളുടെ ഒന്ന് മുട്ടിച്ചിട്ട് എൻ്റെ പാറ്റേൺ അടിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്തു. അതാവുമ്പോൾ കുറച്ച് അധികം നേരം പൊട്ടി നിൽക്കാമല്ലോ. ഞാൻ അവളുടെ അവിടെ നല്ല രീതിയിൽ മുട്ടിയിട്ടും അവളത്ര കാര്യമാക്കുന്നൊന്നുമില്ല. അവൾക്കറിയില്ലല്ലോ എൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന മൃഗത്തെ. ഫോണിലാണെ മറ്റത്തരം വീഡിയോസൊക്കെ ഉണ്ട് താനും, പക്ഷേ എല്ലാം ലോക്കാ. പെണ്ണിന് അതിലൊന്നും കയറാൻ പറ്റിയൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ്, ലോക്കാക്കണ്ടായിരുന്നു, പെണ്ണത് കാണണമായിരുന്നു, അതിൽ പിടിച്ച് കയറായിരുന്നു. ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. അവളെൻ്റെ മൊബൈൽ ഗെയിംസാണ് നോക്കുന്നത്. പെണ്ണ് ഇപ്പോഴും അതിൽ നിന്നും പോലും കയറി വന്നിട്ടില്ല. അവളുടെ കാലൊക്കെ എടുത്ത് സെറ്റിക്കയറ്റി വെച്ച് ഫോണിൽ കളിക്കാൻ തുടങ്ങി. ഓ, അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി മക്കളെ.
ഞാനിങ്ങനെ മുട്ടിയിരുമി കിടത്തിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. അമ്മ കൊടുത്തതില്ലേ, അത് തന്നെ. എനിക്കാണേ ഒരു ആക്രാന്തം തോന്നിപ്പോയി പെട്ടെന്ന്. കയറി ഇതാക്കിയാലോ, അല്ലെങ്കിൽ അറിയാത്ത പോലെ പതുക്കെയെന്ന്. അഥവാ പെണ്ണറിഞ്ഞാലും അമ്മായിനോടൊന്നും പറയുകയില്ലാതെ എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എൻ്റെ കൈ പതുക്കെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പം തന്നെ പെണ്ണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന് അതുമേതാക്കി ഒന്ന് ചൊറിഞ്ഞു. ഞാൻ പേടിച്ചിട്ട് കൈ പിൻവലിച്ചു. അപ്പോൾ ആ കുലുങ്ങിയായിരുന്നു അതൊക്കെ കണ്ട്. ഞാൻ ശരിക്കും കണ്ടു കേട്ടോ. എൻ്റെതാണെ ഒന്നുകൂടി സ്റ്റാൻഡ് അടിച്ചു. അല്ലേ വേണ്ട, പെണ്ണിനെ പെട്ടെന്ന് ഇതാക്കുന്നത് ബുദ്ധിയല്ല. ഇവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് സൂത്രത്തിന് ഇതാക്കണം. ഒന്നും നടന്നില്ലെങ്കിൽ മാത്രം നേരെ ഇതാക്കാം, അതല്ലേ നല്ലേ. ഇവളുടെ മുന്നിൽ എൻ്റെ വില പോയാലും കുഴപ്പമൊന്നുമില്ല. ആ കിട്ടുന്ന സുഖമൊന്നും അറിയാമല്ലോ. ഞാനത് മനസ്സിലുറപ്പിച്ചുകൊണ്ട് എൻ്റെ അതിന് പരമാവധി കൺട്രോൾ ചെയ്തു. ഞാൻ ചോദിച്ചു, നിനക്കൊരുമാതിരി ജയിൽവാസാണല്ലോ ഇവിടെ. പറയാനുണ്ടോ, മടുത്തു കാക്ക. ഈ കാക്കനോട് തന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് എത്ര നാളായി. ആകെ ഒന്ന് പുറത്ത് പോകുന്നത് പഠിക്കാൻ പോകുമ്പോഴാണ്. ഞാനൊരു 2 മിനിറ്റ് എത്താൻ താമസിച്ചാൽ ഒരു 100 ചോദ്യം ചോദിക്കും. മടുത്തു കാക്ക. നിൻ്റെ കൂട്ടുകാർ നിന്നെ കളിയാക്കാറുണ്ടോ? ഉണ്ടോന്നോ? എന്നെ പാലംകുപ്പിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല എൻജോയ് ചെയ്ത് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് കൊത്തിയാവാറുണ്ട്. പക്ഷേ പേടി കാണുന്നതിനൊന്നിനും നിൽക്കാറില്ല. നിനക്ക് ഏത് തരത്തിലെ എൻജോയ്മെൻറ്റൊക്കെയാണ് ഇഷ്ടം? എനിക്ക് ബീച്ചിൽ പോകണം, സിനിമയ്ക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് അവരുടെ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാൻ പോകാറുണ്ട്. എനിക്കൊരു ബോയ് ഫ്രണ്ട് വേണമെന്നൊക്കെ ഉണ്ട്. ഉമ്മ പറഞ്ഞാൽ എൻ്റെ മയ്യത്തെടുക്കും. ഇവളുടെ സംസാരം കേട്ടിട്ട് ഒക്കെ വലിയ രോഗപരിചയമൊന്നുമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇവളുടെ പ്രായത്തിലെ പിള്ളേർ കാണിക്കുന്നതൊക്കെയാണ് വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക ഇവള്. ഞാൻ കുറച്ച് അത് സംസാരിച്ച് മറ്റേതൊക്കെ ഇങ്ങനെ മിണ്ടി ഒന്ന് ഓണാക്കിയാൽ പറ്റുമോ എന്നൊക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതി. പെണ്ണൊന്ന് തൊടാനും പിടിക്കാനൊക്കെ കിട്ടിയാൽ തന്നെ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ഓർത്തിട്ട് തന്നെ സെറ്റായിക്ക. എന്തായാലും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന ടോപ്പിക്ക് പിടിച്ച് കാര്യം നോക്കാം എന്തായാലും ഞാൻ ഉറപ്പിച്ചു. നിനക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. ഞാൻ കരുതി നിനക്ക് ഉണ്ടാകുന്ന. അപ്പോൾ കൗമാരിക്കാരിയായിട്ടും അവളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അവൾ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നിട്ട് കാര്യങ്ങളൊക്കെ അതൊന്നും നിനക്കറിയില്ലേ? വളരെ കഷ്ടത്തിൻ്റെ നിൻ്റെ കാര്യം. ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അമ്മായി വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കുക. ഈ പ്രായത്തിൽ എല്ലാവരും എൻജോയ് ചെയ്തതൊന്നും നിനക്ക് കിട്ടുന്നില്ല. അവളൊരു സങ്കടം നിറഞ്ഞ മുഖഭാവത്തിലിട്ട് നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനെന്താ ചെയ്യാനൊക്കെ ഉമ്മ എന്നെ ഒരു കാര്യത്തിനും പുറത്തോട്ട് പോലും വിടാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ലിക്ക. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്. ഞാനൊരു പാൽക്കുപ്പിയാണെന്നും എനിക്കൊന്നും അറിയില്ലെന്നും പറഞ്ഞു. ഈ പെണ്ണിനെ ഈ റോട്ടിൽ കൂടി കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ഇന്ന് നടത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം വന്നു തുടങ്ങി. മിക്കവാറും ഇന്ന് തന്നെ ഞാൻ രുചി അറിഞ്ഞെന്നും വരാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ബോയ് ഫ്രണ്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ പ്രായത്തിൽ പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട പലതും നീ അറിഞ്ഞിട്ടുണ്ടാക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ നിൻ്റെ ഫ്രണ്ട്സൊക്കെ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇതൊന്നും അറിയാതെ എന്ത് ജീവിതം റുക്സാന. എനിക്ക് നിൻ്റെ ഉമ്മാൻ്റെ ദേഷ്യം വരുന്നുണ്ട്. പാവം നീ. നിൻ്റെ ജീവിതമല്ലേ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കളയുന്നത് അവർ. അവരുടെ മുഖം എല്ലാം സങ്കടം കൊണ്ട് ശരിക്കും മാറി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ആകെ ഒരു നിസ്സഹായ അവസ്ഥ. ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? തൽക്കാലം നിൻ്റെ ഉമ്മ ഒന്നും അറിയാതെ നോക്കിയാൽ മതി. ഇല്ല ഇക്കൊക്കെ ഇവിടെ വന്ന കാര്യം പോലും ഞാൻ ഉമ്മാനോട് പറയില്ല. എനിക്കും കൂടി അത് എന്താണെന്നൊന്ന് പറഞ്ഞേക്കൊക്ക. ഈ പാലക്കുപ്പി എന്നുള്ള വിളി കേട്ട് എനിക്ക് മടുത്തു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലും മൃഗ ഉണർന്നു. ഈ ഒരു കാര്യം വെച്ച് ഇന്ന് ഞാനിവളെ മുത്തലെടുക്കും. ആഹാ,
ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്തും കാണിച്ചൊക്കെ മനസ്സിലാക്കി തരാം. അല്ലാതെ ഇപ്പോൾ വേറെന്ത് ചെയ്യാനാ? അല്ല എൻ്റെ ജീവിതകാലം മൊത്തം പാൽക്കുപ്പീണ്ടായി പോവും. ഇതൊന്നും നിൽക്കാലോ വേറാരും അറിയണ്ട. ശരി കാക്ക, നമ്മളിപ്പോൾ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടാണെന്ന് നീ മനസ്സിൽ സങ്കല്പിക്കണം. ഞാനിപ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ടാ. ഓക്കെ, നീ ആരെങ്കിലും ഉമ്മതാക്കിയിട്ടുണ്ടോ? ഇല്ല. ചേടാ, നീ അതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ല. എന്തോന്ന് ജീവിതമാണ് ഇതിൻ്റെ. ഷോ, ഇതിപ്പോൾ എനിക്ക് പണിയായല്ലോ. തുടക്കം മുതലേ നിന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. മിക്കവാറും നിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇതൊക്കെ ചെയ്ത് കാണും. ശരിയേക്കാ, എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അവൾ അടുത്തുള്ള ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് ഇത്ര. ആ, ഞാനും അത് തന്നെയാണ് പറഞ്ഞേ. ഇത്ര പ്രായമായിട്ട് നീ അതുപോലും ചെയ്തിട്ടില്ല എന്ന്. ഞാൻ പോലും 2 പെണ്ണുങ്ങൾക്ക് ആക്കിയിട്ടെന്നൊരു ഫീലിംഗ് വേറെയാണ് മോളെ. ഒരു ശരീരം മൊത്തത്തിൽ കിട്ടും അത്. ഹോർമോൺസൊക്കെ അല്ലേ, അത് വേഗം വർക്കിംഗ് ആവും. നമുക്കൊരു സുഖവും വികാരവും ഒക്കെ കിട്ടും. ആണോ? നീ എന്തെല്ലാം വാതിലെങ്കിലും ഒക്കെ ഞാൻ നിനക്കത് കാണിച്ചു തരാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? നിനക്ക് മനസ്സിലാക്കി തരണ്ടേ അതെന്താണെന്ന്. അവൾ വേഗം പോയി ഡോറ് ലോക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇരിക്കണ്ട, നമുക്ക് എണ്ണീറ്റ് നിൽക്കാം. അതാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഓരോന്ന് പഠിപ്പിക്കാനും എനിക്ക് സുഖം. ഇങ്ങോട്ട് വാ, നന്നായിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്ക്. ഞാൻ അവളെ ആദ്യം നന്നായി ഒന്നിതാക്കി. റിക്സാനൊന്ന് ഞെട്ടി. ഞാനത് മൈൻഡാക്കിയൊന്നുമില്ല. അതിങ്ങനെ അമരുമ്പോൾ ഞാൻ ആക്കി കോരി തിരിച്ചു പോയി. ഇനി ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണോ? എടി, എന്നെ ചുറ്റിതാക്കി നിൽക്ക്. റിക്സാന ഒന്നും ആലോചിക്കാതെ ഞാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് എന്നെ വട്ടം പിടിച്ചു. ഞാൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിപ്പോൾ നിൽക്കല്ലേ, ഇതാ ഒരാണും പെണ്ണും അതിലോട്ട് കിടക്കുന്നതിൻ്റെ ആദ്യത്തെ ഇത് തുടക്കം. ഓക്കെ, ആ എൻ്റെ കാക്ക, ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓഹ് ഭാഗ്യം. ഇനി ഞാൻ കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും മെയിനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇതൊക്കെയാണ് പരസ്പരം ചെയ്യാറ്. അതെന്താ കാക്ക മെയിൻ സാധനങ്ങൾ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ ആദ്യം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നിൻ്റെ കൂട്ടുകാരത്തികൾക്ക് അവരുടെ ബോയ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നൊരു ഫീലിംഗ് എന്തൊക്കെയാണെന്ന് നിനക്കും അറിയണ്ടേ? നിനക്കതൊക്കെ അനുഭവിക്കണ്ടേ? അല്ലെങ്കിൽ ഇത്ര പ്രായമായിട്ട് നീ മാത്രം ഇതൊന്നും അറിയാതെ എല്ലാവരുടെയും മുന്നിൽ എപ്പോഴും നാണം കെട്ട് നിൽക്കേണ്ടി വരും. ഇന്ന് നിൻ്റെ ഉമ്മയില്ലാത്ത ദിവസമല്ലേ? ഞാൻ ഡീറ്റെയിലായിട്ട് എല്ലാം പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഇവളോട് ഇത്ര ശാന്തമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റേത് ഇങ്ങനെ തച്ച് പുറത്ത് വരത്തക്ക രീതിക്കായി. കാരണം ഇതിനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുമ്പോൾ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള കൊതിയായി. എന്തായാലും നോക്കാം, പറ്റിയാൽ നല്ലവണ്ണം നാക്കണം. എന്നാൽ നമുക്കൊന്ന് തുടങ്ങിയാലോ? അതും പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇതാക്കി തുടങ്ങി. ഞാൻ എൻ്റെ ഓരോ ഇത് പുറത്ത് കാണിക്കാതെ അന്ന് അറിയാത്തൊരു കുട്ടിയെ പഠിപ്പിക്കുന്ന ലാഘവത്തോടു കൂടി അവളോടായിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇതാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നീ എങ്ങോട്ടും ചെയ്തോ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിക്സാന ഒന്ന് മൂളി. ഞാൻ അവളെ രണ്ടാമത്തതും കൂടെ കൊടുത്തു. ഓരോന്ന് തുടങ്ങിയതും ഞാൻ ഇത്ര നേരം കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന എൻ്റെ ഉള്ളിലെ മൃഗം ചെറുതായിട്ടൊന്ന് പിടിച്ച് പുറത്ത് ചാടി. ഞാനാണേ ഓരോ പ്രകടനങ്ങൾ തുടങ്ങി. റിക്സാനയ്ക്ക് ഇതൊന്നും പരിചയമില്ലെങ്കിലും അവൾ നല്ലവണ്ണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചാൻസ് ഞാൻ നന്നായിട്ട് മുതലെടുത്തുകൊണ്ട് തന്നെ ഒക്കെ തുടങ്ങി ഞാൻ. അതിനിടയിൽ കൂടെ ഇതൊക്കെ നോർമൽ കാര്യമാണ്, നിസ്സാര കാര്യം എന്ന ഭാവത്തിൽ അവളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണ്ടേ, ഇപ്പോൾ ചെറിയൊരിതൊക്കെ കിട്ടുന്നില്ലേ, ഇതാണ് വലിയതിനൊരു മുമ്പുള്ള തുടക്കം. ഇത്ര ആയപ്പോൾ തന്നെ റിക്സാന നന്നായിട്ട് വിയർത്തിണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
തനിക്ക് എന്ത് സംഭവിക്കുന്നതൊന്നും പെണ്ണിന് മനസ്സിലാവുന്ന പോലുമില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കൂട്ടുകാരത്തികളുടെ മുമ്പിൽ ഒരു വിലയൊക്കെ കിട്ടുമെന്ന റിക്സാന കരുതിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം പറയാൻ മറന്നു. ഈ ചെയ്യുന്ന സമയത്ത് അടയിടയ്ക്ക് പിടിച്ചതാക്കി കൊടുക്കണം എന്നാട്ടോ, അത് ആൾക്ക് കൂടുതലുണ്ടാവാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ആടൊക്കെ ഇതാക്കിയത്, മനസ്സിലായോ? നിനക്ക് എന്ത് പറ്റി? നാണം വരുന്നുണ്ട് റുക്സാന? ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ ആടൊക്കെ തൊടുന്നത്. എനിക്കാകെ എന്തോപോലെ തോന്നി. അങ്ങനെ എന്താ പോലെ തോന്നുന്നതിനെയാ ഫീലിങ്സ് എന്ന് പറയുക റുക്സാന. നിൻ്റെ കൂട്ടുകാരികളും അനുഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രക്തയോട്ടം കൂടും, ഹോർമോണുകളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ചില അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാൻ തുടങ്ങും. പോലത് കണ്ടോ? ഞാൻ അതും പറഞ്ഞുകൊണ്ട് എൻ്റെ അതിനെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് തികച്ച് നോർമലായിട്ട് റുക്സാന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോലെ അവളോട് സംസാരിച്ചു. ഞങ്ങൾ ആണുങ്ങൾക്കിതിങ്ങനെ സെറ്റായിട്ട് വരും. ഇതിനെ എൻ്റെ പേരാ പറയുക. നീ കേട്ടിട്ടുണ്ടോ ഇത്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് റുക്സാന ആകെ സ്തംഭിച്ചു പോയി. ഇത്രയ്ക്ക് ഇത് ആദ്യമായിട്ട് നേരിക്കാണുന്നതിൻ്റെ അമ്പരപ്പ് പെണ്ണിൻ്റെ മുഖത്ത് നല്ലവണ്ണം കാണുന്നുണ്ട്. ഇതുവരെയായിട്ടും ഒന്നുപോലും കണ്ടിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അതിൽ നിന്ന് കണ്ണെടുക്കാത്ത റുക്സാന പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലെ ബോയ്സ് അങ്ങോട്ടൊക്കെ തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെയാണ് ആ പറയുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതിൽ നിന്നും ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് മോളെ, അതായത് കുറച്ചായിട്ടിങ്ങനെ വന്നു തുടങ്ങി. അതിനിങ്ങനെ പറഞ്ഞു, രണ്ടു കൂട്ടർക്കും വരും ഇത്ര എന്നൊക്കെ ഞാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു, മോളിവിടെ കിടക്ക്, ഫീലിങ്സൊക്കെ നിനക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് ഇക്കാക്കൊന്ന് ചെക്ക് ചെയ്യട്ടെ. അതും പറഞ്ഞുകൊണ്ട് ഞാൻ റുക്സാന സോഫയിൽ കിടത്തി. പെണ്ണ് യാന്ത്രികമായിട്ട് അറിയാതെ തന്നെ അവിടെ കിടന്നു. ഞാൻ നേരെ അതൊക്കെ ഊരി മാറ്റി. ഒപ്പം തന്നെ അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഒരാക്രാന്തമൊന്നും വരുത്താതെ ആ മുഖമൊക്കെ നേരെ വേണം നോർമലി ഇതൊന്നും ഇത്ര വല്ല കാര്യമല്ലെന്ന മട്ടിൽ പതിയെ താഴ്ത്തതൊക്കെ മാറ്റി. ഞാൻ റുക്സാനെ ഒന്ന് പാളി നോക്കി. പാവം പെണ്ണ് അവൾ കണ്ടിരിക്കി അടച്ചുകൊണ്ട് കിടക്കുക. കാരണം അവൾക്കെന്നെ തടയാൻ സാധിക്കില്ലല്ലോ. റുക്സാനെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയെന്നാണോ ഞാൻ ഇത് ഉഷാറാക്കാൻ നോക്കല്ലേ? പാവം കുട്ടി, അവൾ അറിയുന്നുണ്ടോ? ഒക്കെ മാറ്റിയപ്പോഴത്തേക്ക് അങ്ങനെ താഴത്തൊക്കെ മാറ്റി. അതൊക്കെ കണ്ടപ്പോൾ എന്ത് സുന്ദരിയാണെന്നറിയോ അവിടെ. അതൊക്കെ ഇങ്ങനെ കുടിക്കാനായിട്ട് കൊത്തിയായിട്ട് വയ്യായിരുന്നു. മനസ്സിന് നന്നായി കൺട്രോൾ ചെയ്തുകൊണ്ട് ഞാൻ ആസ്വദിച്ച് എന്നെ ഇതാക്കാമെന്ന് കരുതി. ആക്രാന്തം കാണിച്ച് അവൾക്ക് പെട്ടെന്നുള്ള അസ്വസ്ഥത തോന്നിയാൽ പെണ്ണ് പേടിച്ച് എണ്ണീറ്റ് പോയാലോ. അപ്പോൾ വീണ്ടും ഞാൻ നോർമൽ ടോണിൽ അവളോട് സംസാരിച്ചു തുടങ്ങി. നീ എന്നെ കണ്ണടിച്ചെടുക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നോക്കി മനസ്സിലാക്കി റുക്സാന. എനിക്കെൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ പോകാനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേഗം പോകണം. ഇതൊക്കെയാണ് തൻ്റെ കൂട്ടുകാരികളുടെ എൻജോയ്മെൻറ്റും സന്തോഷങ്ങളെന്ന് വിശ്വസിച്ചുകൊണ്ട് റുക്സാന ചെറുതായിട്ടൊന്ന് തലപൊക്കി. അവളുടെ തന്നെ അടക്കി നോക്കിന്ന് മൂളി. ഞാൻ പറയാൻ മറന്നു, ഇതെന്ന് പറയുക. ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. ഇനി ചെറുതായിട്ടൊക്കെ ഓരോന്ന് വന്നു തുടങ്ങി. അതിനർത്ഥം എനിക്ക് ചെറുതായിട്ട് ഫീലിങ്സ് കിട്ടിയെന്നാ. പക്ഷേ ഇത് പോരാ, എനിക്ക് കുറച്ചേ വന്നിട്ടുള്ളൂ. നല്ലോണം വരണം. ആ നല്ലോണം വരാനും ഒരു മാർക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് സോഫയിൽ വെച്ച് പറ്റൂല. നമുക്ക് ബെഡ്റൂമിലേക്ക് പോയാലോ? പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യം ചെയ്യുന്നുണ്ട്. കാരണം മൊത്തത്തിൽ അവളുടെ കിളി മാറിയിരിക്കുക. ഫീലിങ്സ് അറിയണമെന്ന് ആൾ പറഞ്ഞപ്പോൾ ഇത്രയ്ക്കൊക്കെ പോകുന്ന അവൾ ചിന്തിച്ച് കാണില്ല. ഇത്രയും കാലമായി റുക്സാനയും അവളുടെ ഉമ്മയും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന് അതൊക്കെ ഞാനൊന്ന് രുചിക്കും. എൻ്റെ ഇത് വരച്ചു തുടങ്ങി. ഇടയ്ക്കിടം കണ്ടിട്ട് റുക്സാന അടക്കി നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ റുക്സാനയും കണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു.
താഴേക്ക് താഴെപ്പോട്ട് ഒന്നുമില്ല കേട്ടോ. ആ നടത്തൊക്കെ കണ്ട് അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. വേഗം തന്നെ ഓരോന്ന് ചെയ്യണം. ഒരു നൂൽബന്ധം പോലും ഇല്ലാണ്ട് ഒക്കെ ഇതാക്കി കൊത്തിയാവുക. ഭാഗ്യവാനാണ് എൻ്റെതെങ്കിൽ ഇത് നടക്കും. സന്തോഷമായിട്ട് അങ്ങനെ പോയി. ബെഡ്റൂമിൽ കയറിയതും ഞാൻ എൻ്റേതൊക്കെ മാറ്റി. എന്നിട്ട് ഞാൻ റുക്സാനയോട് സംസാരിച്ചു തുടങ്ങി. ഓ സോറി റുക്സാന, ഒരു പ്രധാനപ്പെട്ട കാര്യം നിനക്ക് തരാൻ ഞാൻ മറന്നു. നീ ഇവിടെ ഇരിക്ക്. നീ ആണുങ്ങളുടേത് ആദ്യമേ തൊട്ടിട്ടൊന്നുമില്ലല്ലോ. ഇതാ നിന്നെ തൊട്ടും പിടിച്ചൊക്കെ നോക്കി മനസ്സിലാക്കും. എന്നാലേ നിൻ്റെ കൂട്ടുകാർ അറിഞ്ഞിട്ടുള്ളതുപോലെ ഇതിൻ്റെ ബലവും അതൊക്കെ നിനക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. റുക്സാന അപ്പോൾ ഒന്ന് മടിച്ചു. നീ ഇങ്ങനെ ലാഗാവല്ലേ, വേഗം ആവട്ടെ, എനിക്ക് പോയിട്ട് വരെ പണിയുള്ളതാ. എൻ്റെ ഇത്രയും കൂളായിട്ടുള്ള സംസാരം ഇടപെടലൊക്കെ കണ്ട് ഈ കക്കയ്ക്കൊരു നാണം തോന്നുന്നില്ലേ എന്നുള്ളൊരു മുഖഭാവമാണ് റുക്സാനയ്ക്കിപ്പോൾ. ഇനി ഇതൊന്നും മാത്രം നാണിക്കേണ്ട കാര്യമല്ലേ എന്നൊക്കെ പെണ്ണിന് ചെറുതായിട്ട് സംശയങ്ങൾ തോന്നുന്നുണ്ട്. അവളെനിക്കിനി ദേഷ്യം വന്നാലൊന്ന് കരുതി ചെറുതായിരുന്നു മടിച്ചുകൊണ്ടാണെങ്കിലും ആദ്യമേ ഒന്നിതാക്കി. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക. അവളുടെ സോഫ്റ്റ് കൈ കൊണ്ടുള്ള സ്പർശം അതറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ രക്തയോട്ടം വേഗത്തിലായി. ഓരോന്നിങ്ങനെ ഓർക്കുമ്പോൾ കൊത്തിയാവുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഓ സോറി, നിനക്ക് ഞാൻ അടുത്തത് എന്താ ചെയ്യണമെന്ന് പറയാൻ മറന്നുപോയി. ആളുടെ ബോയ് ഫ്രണ്ട്സിന് ഇത് വായിക്കാത്താക്കൂത്രേ. എന്നിട്ട് അതൊക്കെ ആ പരിപാടിനെ ചെയ്ത് കൊടുക്കൂത്രേ. ഞാനിങ്ങനെ ചെറുതായിട്ട് കാണിച്ചു കൊടുത്തു. അവളാണെങ്കിൽ നാണത്താലും ചെറിയ അരപ്പാലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അത് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ എക്സ്പ്രഷൻസൊക്കെ ഇതാണ് കണ്ടപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, വേഗം ആവട്ടെടി പെണ്ണെ, എനിക്ക് പോകാനുള്ളതാ. അത് കേട്ടപ്പോൾ തന്നെ പെണ്ണ് മനസ്സോടെ ആ പരിപാടി ഒന്ന് ചെയ്തു. ഇങ്ങനെയാണ് അവൾക്കൊക്കെ ചെയ്യേണ്ടതെന്ന്. ഞാനൊരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിനിയെ പഠിപ്പിക്കുന്ന ലാഘവത്തോടു കൂടി അവളോടായിട്ട് പറഞ്ഞു, ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നീ കാര്യങ്ങൾ മനസ്സിലാക്കിയും പഠിച്ചും വരുന്നല്ലേ ഉള്ളൂ. കുറച്ച് നേരം ചെയ്യുമ്പോൾ നിനക്കതിൻ്റെ അതൊക്കെ കിട്ടിക്കോളും. താൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ആ പാവം റുക്സാന അതിങ്ങനെ എടുത്തിട്ട് ചെയ്യുക. അങ്ങനെ അവൾ ആദ്യമായിട്ട് നുണഞ്ഞു. അതിൻ്റെ ആസ്വാദനത്തിൽ ഞാൻ അങ്ങനെ നിന്നു. എല്ലാവരും കൊതിക്കുന്നൊരു സുന്ദരിയെ ഒരു ഒന്നൊന്നര ഇതിനെ തന്നെ ഇത് കൊടുക്കുമ്പോൾ അന്ന് ആലോചിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഇത് വീണ്ടും കൂടുക. ഇങ്ങനെ പോയാൽ അടുത്ത പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കയ്യിൽ നിന്ന് പോകുന്ന ആലോചിച്ചിട്ട് വെറുതെ സമയം കളയണമെന്ന് കരുതി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ വീണ്ടും വളരെ നോർമലായി റുക്സാനയോട് സംസാരിക്കാൻ തുടങ്ങി. ചെയ്തത് മതി റുക്സാന, അതും പറഞ്ഞുകൊണ്ട് ആളുടെ കയ്യിൽ നിന്നും അത് മാറ്റി. ആദ്യമായിട്ടാണെങ്കിലും ഇത്രയും നേരം എൻ്റെ ഇതിൽ ആക്കിക്കൊണ്ടിരുന്നേക്ക് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നി. കാരണം ഞാൻ എൻ്റെ ഇത് മാറ്റിയപ്പോൾ ആളുടെ മുഖഭാവത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ചിലപ്പോൾ ആദ്യമായിട്ട് കിട്ടിയിട്ടത് വല്ലാണ്ട് ആസ്വദിച്ച് വന്നപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയതുകൊണ്ടാവാം. ഞാൻ പറഞ്ഞു, നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. എനിക്ക് സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സ്പീഡിൽ തന്നെ ചെയ്യാം. ഞാൻ അതും പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഷർട്ടൊക്കെ അങ്ങ് മാറ്റി. കാരണം ഇനിയുള്ള കാര്യങ്ങൾക്ക് പെണ്ണിന് കൂടുതൽ ആലോചിക്കാൻ സമയം കൊടുത്താൽ ചിലപ്പോൾ മതി ഇക്കക്ക, ഇനി വേണ്ടെന്ന് പറയും. ഞാൻ കുറച്ച് ധൃതിയുള്ള പാവത്തോട് റുക്സാനയോട് പറഞ്ഞു, നിൻ്റെ കൈവേഗം പൊക്കിയേ. അവളത് അപ്പം തന്നെ അനുസരിച്ചു. ഞാനൊക്കെ എടുത്ത് മാറ്റി. ഉള്ളത്തതുണ്ട്, വലുതാ, നല്ല ഭംഗിയായിട്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ടൊക്കെ. അതൊക്കെ കണ്ട് എൻ്റെ ആക്രാന്തം പിടിച്ചിട്ടുള്ള നോട്ടം പെട്ടെന്ന് അവൾ ശ്രദ്ധിച്ചാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോയി. അവൾക്കെങ്ങാനും വല്ല സംശയം തോന്നിയാൽ തീർന്നു. എത്രയും ഞാൻ ചെയ്തു വെച്ച് ബിൽഡപ്പ് ഒക്കെ വെറുതെ ആവും. ഞാൻ ചോദിച്ചു, നീ അതും മാറ്റി. അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ തൊണ്ടയിൽ വെള്ളം വറ്റിപ്പോയി.
എൻ്റെ സംസാരത്തിൽ ചെറിയ പതർച്ച വന്നു. കഷ്ടപ്പെട്ടൊരു ഗൗരവം മൈൻഡിൽ ചെയ്തുകൊണ്ട് ഞാൻ അവളുടെ മുന്നിൽ നിന്നു. അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക കേട്ടോ. ഞാൻ നിൻ്റെ മുന്നിൽ എൻ്റെ ഫുള്ളിതും മാറ്റി നിൽക്കുന്ന കണ്ടില്ലേ, നീയും അതുപോലെ തന്നെ ചെയ്യണം എന്ന് മാത്രമേ നേരത്തെ പറഞ്ഞ ആ മെയിൻ ഫീലിങ്ങിനെ കുറിച്ച് എനിക്ക് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുകയുള്ളൂ. വേഗാവട്ടെ. അവൾ മടിച്ച് അതും അങ്ങ് മാറ്റി. ഇത്രയും നാൾ ഞാൻ കാണാൻ കൊതിച്ച് അവളെ രണ്ടിതും അതിങ്ങനെ വെള്ളിച്ചാടിയപ്പോൾ ഓ എന്തൊരു വെളുപ്പാന്നറിയോ. പെണ്ണ് ചെറിയ നാണത്തോട് ആൾ അതൊക്കെ ഒന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി എൻ്റെ വെറുതെ പിടിച്ചുള്ള നോട്ടങ്ങൾ കണ്ട് കാണുമോ? ഇത് കണ്ടാൽ പിന്നെ ഏത് കിടപ്പിലായവൻ്റെതും എണ്ണീറ്റ് പോവും. വെറുതെ ഇല്ല ഇവളുടെ തള്ള ഒരു നിത്യകാക്കുന്ന ഭൂതത്തെ പോലെ പെണ്ണിനെ കെട്ടിമൂട്ടി വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നീ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്നാലേ നിനക്ക് ഈ വലിയ ഫീലിങ്ങിനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഇതാ നിൻ്റെ കൂട്ടുകാരത്തികൾ ബോയ് ഫ്രണ്ടായിട്ട് കൂടുതൽ ചെയ്യുന്ന കാര്യം. നിൻ്റെ ഈ പ്രായത്തിലുള്ള ഭൂരിഭാഗം പെണ്ണുങ്ങളും ഇതിനോടകം തന്നെ ഈ ഫീലിങ്സ് എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നീ കയറി കിടക്ക്. റുക്സാന പതുക്കെ കട്ടിലോട്ട് കയറി കിടന്നു. ഓ അവളാണെന്നതിനനുസരിച്ച് അതിങ്ങനെ തുള്ളി തൊടുമ്പോൾ ഞാനിങ്ങനെ കൺട്രോൾ കുറച്ചിടത്തേക്ക് കൂടി എനിക്ക് തരണേന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു പോയി. ഞാൻ പതുക്കെ കട്ടിൽ കയറി റുക്സാനയുടെ കാലൊക്കെ ഒന്ന് മാറ്റി അതിലോട്ടൊന്ന് ചെറുതെടുത്തഴി. നിൻ്റെ ഫീലിങ്സ് ഇപ്പോൾ പകുതി ലെവലായിട്ടുണ്ട്. കുറച്ചുകൂടി നയിക്കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാണ്. എന്താണെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. നീ എന്തിനാ ഇങ്ങനെ മറച്ച് പിടിച്ചേക്കുന്ന റുക്സാന? എക്കക്കടെ മുന്നിൽ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എന്താ പോലെ. ഉമ്മ അറിഞ്ഞാൽ ഉറപ്പായിട്ടെന്നെ കൊല്ലും. ഓ പിന്നെ നിന്നെ എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ മറിച്ച് പിടിക്കുന്നത് എന്തിനാടി? എന്നാലും എന്താ പോലെ കക്ക ഞാനിത് മാത്രം ഇട്ടോട്ടെ. നിനക്ക് ഇതിനെക്കുറിച്ച് അറിയണോ അതോ പഴയ പോലെ പാൽക്കുപ്പി എന്ന പേര് കേട്ടുകൊണ്ട് തന്നെ ജീവിക്കണോ? നീ തീരുമാനിക്ക്. വേണ്ട കാക്ക, എനിക്ക് അതും കൂടി അറിയണം. ഇതൊക്കെ വേഗം പറഞ്ഞതാ. അതും പറഞ്ഞ് അവളുടെ കൈ അവിടുന്ന് മാറ്റി. എന്നിട്ട് ഇത് കഴിയുമ്പോൾ തന്നെ വേഗം എടുത്തിട്ടുണ്ടെന്ന ലക്ഷ്യത്തോടെ അവളുടെ ആദ്യത്തിന് പിടിച്ചെടുക്കുക. ഓ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചുണ്ട്. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ മലന്ന് കിടക്കുമ്പോൾ എൻ്റെ ഒരവസ്ഥ ആലോചിച്ചൊക്കെ ഇങ്ങനെ എന്തായാലും അവളുടെ സീന് ഞാൻ പൊട്ടിക്കും. ഞാനത് മനസ്സിലുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചിടാം. അതെല്ലാം നീ ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് എനിക്കൊപ്പം സഹകരിച്ച് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ മെയിൻ ഫീലിങ്സ് നിനക്ക് കിട്ടി തുടങ്ങും. ഞാൻ നേരെ പെണ്ണിൻ്റെ മേത്തോട്ട് കയറി. എന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക അല്ലേ? പെണ്ണിനാണെ ചെറിയ വേദന എടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം തന്നെ ഒരുപാട് വേദനിപ്പിച്ച് ശരിയാവില്ലാത്തതിൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. സോ പെണ്ണിന് സുഖം കിട്ടുന്ന കാര്യങ്ങൾ അത് നന്നായി ചെയ്തു കൊടുക്കാൻ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. ഇത്രയും നാളത്തെ കഥകളും കാണലും ഒക്കെ ആയ എക്സ്പീരിയൻസിലായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അടുത്തത് അവർക്ക് വല്ലാണ്ട് സുഖം കൊടുക്കുന്ന താഴത്തത് ആദ്യം തന്നെ തുടങ്ങാമെന്ന് ഞാനും കരുതി. റുക്സാന, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നീ കണ്ണടിച്ചുകൊണ്ട് ഫീൽ ചെയ്യും. ഞാൻ നേരെ അവളുടെ കാലിലൊക്കെ ഇതാക്കി. ഓരോന്നിങ്ങനെ കാണുമ്പോൾ കയ്യിൽ നിന്ന് മൊത്തം പോയി. ഞാനാണ് തേനൊക്കെ കുടിച്ചു തുടങ്ങി. റുക്സാനയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തോന്നി. ഞാൻ പതുക്കെ തലമുക്കിക്കൊണ്ട് ചോദിച്ചു, നിനക്കിപ്പോൾ ബോയ് ഫ്രണ്ടിൽ നിന്നുള്ള ഫീലിങ്സ് കിട്ടുന്നുണ്ടോ മോളെ? എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് കാക്ക. സുഖമായിരുന്നോ അല്ലെങ്കിൽ വേദനയായിരുന്നോ? ചെറിയ നാണത്തോടു കൂടി റുക്സാന എന്നോട് പറഞ്ഞു, സുഖമുണ്ടായി. അപ്പോൾ കുഴപ്പമില്ല, നീ മെയിൻ ഫീലിങ്സിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തി. അപ്പോൾ ഇതല്ലേ മെയിൻ ഫീലിംഗ്? അല്ലടി പെണ്ണെ, അത് ചെയ്തു തുടങ്ങുമ്പോൾ നിനക്ക് ഇതിൽ കൂടുതൽ സുഖം കൂടും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ആ വലിയ സുഖത്തിന് മുമ്പ് ചിലപ്പോൾ ചെറിയൊരു വേദന നീ സഹിക്കേണ്ടി വരും. അത് അത്രയ്ക്ക് വലിയ വേദനയൊന്നും അല്ല. നിൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ അറിയാൻ പറ്റും.
പിന്നെ ഇതിന് നല്ലതായതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് വേദന എടുക്കാൻ സാധ്യതയില്ല. റുക്സാന എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് എന്നോട് ചെറുതായിട്ടൊന്ന് മൂളി. ഞാൻ നേരെ അവളുടെ മേത്തോട്ട് കയറി അവൾ നന്നായിട്ടൊന്ന് ഇതാക്കി. ഒന്നുമില്ലാണ്ട് ഞങ്ങളിങ്ങനെ ചേർത്തൊരുമി. ഞാൻ പതിയെ ഒരു വിരലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങി. വേദനിക്കുന്നുണ്ടെങ്കിലും പതിയെ ആസ്വദിച്ച് തുടങ്ങിയതായിട്ട് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഏകദേശം എൻ്റെ ഇത് സ്വീകരിക്കാനുള്ള പരുവായിട്ടൊക്കെ ഉണ്ട്. ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. എൻ്റേത് ഒക്കെ മാറ്റി ഞാൻ പതിയെ അതെടുത്ത് അവിടെ ചെറുതായിട്ടൊന്നാക്കി തുടങ്ങി. ഇതൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന ഫീലിങ്സ് ആയതുകൊണ്ട് തന്നെ അടുത്തത് എന്ത് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ അവളെല്ലാം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ചെറിയ നാണത്തോടു കൂടി കിടന്ന്. എൻ്റേതാണെങ്കിൽ സ്റ്റാൻഡപ്പ് അടിച്ചിരിക്കാൻ പറഞ്ഞിട്ട് കുറേ ആയതാണ്. നമ്മളിനി മെയിൻ ഫീലിങ്സിലേക്ക് കടക്കാൻ പോവുക. നിനക്ക് ഇതുവരെയും എല്ലാം ഓക്കെ അല്ലേ? ഞാൻ ചെവി പറഞ്ഞു. ഒക്കെ കൂടി നിന്ന് കണ്ണിലേക്ക് നോക്കി അവളൊന്ന് മൂളി. ഞാൻ ഉടനെ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഞങ്ങട്ട് ഇതാക്കി. വേദന കൊണ്ട് അവൾ നല്ല വെണ്ണമൊന്ന് പിടഞ്ഞു. ഞാൻ അവളോടായിട്ട് ചോദിച്ചു, ആദ്യമായത് കൊണ്ടാണോ ഈ വേദന? ഇത് ഇപ്പം തന്നെ പൊക്കോളൂടി. പെണ്ണ് ഭയത്താലും ഇത് വേണമെന്ന് മുഖഭാവത്തോടു കൂടിയും എന്നെ ഒന്ന് നോക്കി. അവളുടെ മാൻമിഴികൾ കണ്ണീരിനാൽ കലങ്ങിയിരുന്നു. ഇനി ചിലപ്പോൾ മറ്റു തന്നെ എൻ്റെ മുഖത്തെ മൃഗീയ ഭാവം കണ്ടിട്ടായിരിക്കുമോ പെണ്ണിന് പേടി കൂടിയത്. പാവം റുക്സാന പെട്ടുപോയ അവസ്ഥയായി. ഞാൻ അതിങ്ങനെ പുറത്തേക്കെടുത്തു. എന്നിട്ട് വീണ്ടും ആക്കി. ഇത്തവണ ഒറ്റടി തന്നെ മൊത്തത്തിൽ ഇതായി. വേദന കൊണ്ട് അവളൊന്ന് ഒച്ച വെച്ചു. കണ്ണിൽ നിന്ന് ചെറുതായിട്ട് കണ്ണീരൊഴുകുന്നുണ്ട്. ഞാനത് അനക്കാതെ അവിടെ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട്, കാരണം വേദന കാരണം പെണ്ണുങ്ങാനും കുതിരി എണ്ണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഇതിനൊന്നും സമ്മതിക്കില്ല. ചെറുതായി കരഞ്ഞുകൊണ്ട് റുക്സാനോട് പറഞ്ഞു, മാറ്റിക്കക്ക എൻ്റെ വീട്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ എടുത്തിട്ടോട്ടെ എല്ലാം. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലടി പൊന്നെ, ഇതിപ്പോൾ കഴിയും, എനിക്ക് പതുക്കെ ഫീലിങ്സ് വന്ന് തുടങ്ങിക്കോളും, പേടിക്കണ്ട കേട്ടോ. ഇങ്ങനെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നതിനോട് ഇവളിങ്ങനെയൊക്കെ യാചിച്ചാലും ഞാൻ വിടാൻ ഒരുക്കല്ലായിരുന്നു. ഞാൻ പതിയെ ഇങ്ങനെ ചെയ്തു തുടങ്ങി. ആ കുഞ്ഞിത് ഇങ്ങനെ കയറിയതാവുന്നത് ഞാൻ നോക്കി ആസ്വദിക്കുകയായിരുന്നു. ചോരപ്പാടുകളൊക്കെ കാണാം. അതാണ് എൻ്റെ ഉത്തേജനം കൂട്ടുകയും ചെയ്തു. എന്താ ഞാൻ വല്ലാണ്ട് അടിച്ചൊക്കെ പൊളിച്ചിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ അവളിതിനോട് ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി വളരെ പതുക്കെ തന്നെ ഇതാക്കി. ഓരോ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴും എനിക്കാണ് വല്ലാണ്ട് ഇത് കൂടുക. എന്നാലോ പെണ്ണതിനോട് അത്ര ഒക്കെ ആയിട്ടില്ല എന്നുള്ളത് അവളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി. അവളുടെ കണ്ണിൽ പേടിയും വേദനയും കൊണ്ടുള്ളൊരു ദയനീയ ഭാവമാണ്. ഇത് വീണ്ടും മേളത്തേക്ക് ഇതാക്കി. എന്നിട്ട് താളത്തിനനുസരിച്ചിട്ട് ഇതാക്കി. അതൊക്കെ ഒരിതല്ലേ. ഇപ്പോൾ റുക്സാനയുടെ വേദനയൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വലിയ സുഖത്തിൻ്റെ ഭാവമൊന്നും പെണ്ണിൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ല. ഇനി ഇവക്ക് പോയിട്ടുണ്ടാവോ? കാരണം പെണ്ണിൻ്റേതായത് കാരണം കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. റുക്സാന പറഞ്ഞു, നമുക്ക് എണ്ണിക്കാക്ക, എൻ്റെ പെയിന് മാറുന്നില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്, ആകെ തളർച്ച. ഞാൻ സുഖം തലയ്ക്ക് പിടിച്ച സ്ഥലത്തിലാണ് പറഞ്ഞു, ഇപ്പം കഴിയുമ്പോളെ ഇതിനെ ഓരോന്ന് പഠിപ്പിക്കാൻ നോക്കിയതായിക്കാക്ക. പക്ഷേ ഇപ്പോൾ ഇക്കാക്കയ്ക്ക് മോളിന് വല്ലാണ്ട് ഇതാവുക, അത്രയ്ക്കും ചുന്ദരിയ കാക്കയുടെ പൊന്നി. ഇക്കാക്ക് തിന്നിട്ട് മതിയാവുന്നില്ലടി. ഇതിനെ എല്ലാവരും ഇനിയും വേണം എനിക്ക്. പക്ഷേ ഇതിന് മറുപടി ഒന്നും റുക്സാന പറഞ്ഞില്ല. അവൾ അവളുടെ കലങ്ങിയ കണ്ണുകൾ കൊണ്ട് ക്ലോക്കിലെ സമയം നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് അവൾ അനങ്ങാതെ ഒരു വികാരവും ഇല്ലാതെ എനിക്കിത് കിടക്കുക.
ഞാൻ റുക്സാനെ പറന്നടിച്ചു തുടങ്ങിയതും എൻ്റേത് ചാടുന്ന അവസ്ഥയായി. ഞാൻ വേഗം തന്നെ അത് മാറ്റി മേത്തോട്ടൊക്കെ ആളുടെ മേത്തോട്ട് കുറച്ച് ബെഡിലൊക്കെ ആയി. ഞാൻ അതേപടി ഇതായി. ആദ്യമായിട്ട് ഞാൻ കണ്ട റുക്സാന എന്നോട് അതിശയത്തോടു കൂടി ചോദിച്ചു, അതെന്താണ് ഇക്കക്കട ആടുന്നത് ചീറ്റി? ഇക്കക്കട അതാണോ? അതെന്താ വെള്ളം നിറോ? ഞാൻ പറഞ്ഞു, അതൊരു പെണ്ണായിട്ട് ഇതാവുമ്പോൾ വരുന്നതാ. ഇത് ആടേക്ക് ഒഴിക്കുമ്പോഴാണ് നീ ഗർഭിണിയാവുക. നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ ചെയ്യൂലേ നമ്മളുണ്ടാവാൻ, അതാ ഇത്. ഞാൻ പറഞ്ഞത് കേട്ടോണ്ട് അവൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവളെന്നോട് പറഞ്ഞു, ഞാൻ എണ്ണിക്കട്ടെ കുറച്ച് നേരം ആയില്ലേ, ഒന്നില്ലാണ്ട് കിടക്കണം. ഞാൻ വേഗം ഇടട്ടെ, ഇക്കക്കട അതൊക്കെ ഒട്ടുന്നുണ്ട്. ഞാൻ പോയി കഴുകിയിട്ട് വരാം. കുറച്ച് നേരം കിടക്കണി വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല മുറുക്കിയതാക്കി. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കവിഴ്ന്നെടുക്കുക. ഓരോ സുഖത്തെ ഞാനിതിങ്ങനെ ആക്കിയിരിക്കുക. അമ്മായിനി വരുമ്പോൾ രാത്രിയാവും. ഇപ്പോൾ പെണ്ണിനെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇതുപോലെ വീണ്ടും കിട്ടിയെന്നും വരില്ല. ഇവിടെ നിന്ന് എണീക്കിന് മുമ്പേ ഒന്നും കൂടി ആക്കിയാലൊന്ന് മനസ്സാലോചിച്ചുകൊണ്ട് ഞാൻ അവളോട് ചോദിച്ചു, ഇപ്പോൾ ചെയ്തേക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫീലിങ്സ് എല്ലാം കിട്ടിയോ? എനിക്കറിയില്ല കക്ക, ഇതൊക്കെയാണോ ബോയ് ഫ്രണ്ട്സ് ചെയ്യുക? ഇത് കല്യാണം കഴിഞ്ഞവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമ്മളതൊക്കെ ഇപ്പോഴേ ചെയ്തത് തെറ്റല്ലേ കക്ക? നിന്നോട് ആരും പറഞ്ഞു? കല്യാണം കഴിഞ്ഞവർ ചെയ്യുന്നതാണ്. അത് നിനക്കെങ്ങനെ അറിയാം? നേരത്തെ ഇക്കക്ക പറഞ്ഞില്ലേ നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ മനസ്സിലാലോചിച്ചു. പണ്ടാരം അങ്ങനെ വായിന്ന് വന്നു പോയല്ലോ. ഞാൻ പറഞ്ഞു, നിന്നെ ഇത്രയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നല്ലടി, സോറി. ചേർന്നായി കിടന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. നീ അത്രയ്ക്ക് ചുന്ദരിയാണെടി പെണ്ണെ. നിന്നെ പോലത്തെ ഇതൊക്കെ ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല. നിന്നെ പോലൊരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാട് വിട്ടുകൊടുക്കില്ല. അതല്ലേടി നിൻ്റെ ഉമ്മ നിന്നെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ പൂട്ട് പൊളിച്ചു. ചിലപ്പോൾ നിൻ്റെ കൂട്ടുകാരികളുടെ ബോയ് ഫ്രണ്ട്സൊക്കെ നിന്നെ ആയിരിക്കും നോട്ടിട്ടിരിക്കുന്നത്. നീ അതുപോലത്തതാ. പെണ്ണിന് നന്നായി തുമത്തിൻ്റെ ലഹരി. ഞാൻ അവളോടായിട്ട് വായി തോന്നിയതൊക്കെ ഇങ്ങനെ പറയുക. അവൾക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവള് എനിക്ക് തരുമോ? സാധ്യതയില്ല. ഞാൻ ഇവളെ ഉപയോഗിച്ചു എന്ന് ഇവൾ അറിയിച്ചുകൊണ്ട് ഒരു കിക്കി ഒന്നുകൂടി ഒന്ന് ആക്കിയാലോ എന്ന് ഓർത്തപ്പോൾ വീണ്ടും എൻ്റെ ഒരു സെറ്റായി. അവളെ എണ്ണിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ എന്നിട്ട് റുക്സാന പറഞ്ഞു, എനിക്ക് ബോയ് ഫ്രണ്ടൊന്നും വേണ്ട, ഞാൻ എണ്ണിട്ടോട്ടേക്കാക്ക, ഞാൻ കുളിക്കട്ടെ. ഞാൻ അതിനെ കുളിപ്പിച്ചതാടി. വേണ്ടേക്കാക്ക, എൻ്റെ വീട്, ഞാൻ ഡ്രസ്സൊക്കെ ഇടട്ടെ. പെണ്ണിൻ്റെ കെഞ്ചിരി കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി എന്നാ നമുക്ക് എഴുന്നേക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒന്നുകൂടി ഇന്നതാ എൻ്റെ ഒരാഗ്രഹം. ഇതുകൂടി കഴിഞ്ഞാൽ വേഗം എണ്ണിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് റുക്സാന അത് നമുക്ക് തരാൻ മനസ്സോട് തന്നെ ഒരുങ്ങി. ഞാൻ പെണ്ണിനെ മുറുക്കിതാക്കി വായ്മേതാക്കി. അപ്പം തന്നെ അത് മൊത്തം കൈയിങ്ങനെ ഓടി നടക്കുക. പിന്നെ എല്ലാം ഞാൻ വളരെ പെട്ടെന്ന് അറിവ് ചെയ്തത് ഒന്നുകൂടെ ആഞ്ഞിതാക്കി. റുക്സാന ഇത്തവണ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, മത്തിക്കക്ക, എനിക്കിനി ഒരു ഫീലിങ്സിന് പറ്റിയെന്നും അറിയണ്ട, എന്നെ വിട് മോളെ. ഇത് നിന്നെ പഠിപ്പിക്കാനല്ല, ഇത് ഇക്കാക്കയ്ക്ക് നിന്നോട് കൂടി തോന്നിയൊരാഗ്രഹം. അതൊന്ന് വേഗം തീർത്തിട്ട് ഇക്കൊക്കെ എണ്ണിക്കുക. ഇത് എപ്പോൾ കഴിയും? ഞാനങ്ങനെ എൻ്റെ പെണ്ണിത് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അവളുടെ അടയ്ക്ക് നല്ലവണ്ണം ആക്കി. റുക്സാന വേദന കാരണം കണ്ണുകൾ കൂമ്പി അടച്ചിരിക്കുക. ഇപ്പോൾ അത് മുഴുവൻ അവിടെ ആയിട്ട് അവളുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഇത് വർദ്ധിക്കുന്നതല്ലാതെ വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. താമസിയാതെ തന്നെ ഒന്നുകൂടി ഇതായി. അതോടുകൂടി ഞാൻ പിടുത്തം വിട്ടു. ഞാൻ ശരിക്കും നടന്നു. ഞാൻ മാത്രമല്ല അവളും. എൻ്റെ സഹിക്കാൻ പറ്റാതെ ഒരു നെഞ്ച് ശരിക്കും തളർന്ന് കിടക്കുക. അങ്ങനെ അമ്മായിയുടെ മാണിക്കക്കല്ല് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തു തന്നു. ഞാൻ റുക്സാനയുടെ ഒന്നും വിട്ടാൻ പറ്റാതെ കുറച്ച് നേരം കിടച്ചുകൊണ്ട് അനങ്ങാതെ കിടന്നു.
ഒരു 3 മിനിറ്റ് കൂടി എന്നെ ദേഹത്ത് കിടന്നതിന് ശേഷം അവൾ പതുക്കെ എണീക്കാൻ ശ്രമിച്ചു. ഞാൻ പതുക്കെ എഴുന്നേൽക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ മാറി. അവൾക്ക് നല്ല നീറ്റലുണ്ട്. തന്നതൊക്കെ എടുത്തിട്ട് ഓരോന്ന് മറിച്ച് അവളങ്ങനെ ബാത്റൂമിലേക്ക് നടന്നു. എന്താല്ലേ അതൊക്കെ കണ്ടുകൊണ്ട് ഞാനവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇതോടുകൂടി അവളെ വെറുക്കും. ഞാൻ ഇത്രയ്ക്ക് ചെയ്യണമായിരുന്നോ? ഞാൻ എൻ്റെ മനസ്സിനൊരു നിമിഷം ശപിച്ചു. 2 ദിവസം കഴിയുമ്പോൾ ഇതോർത്തൊന്ന് തോന്നാതിരുന്നാൽ മതിയായിരുന്നു. ഒരു ആക്രാന്തത്തിന് പുറത്ത് കിട്ടിയ വാടിക്കല്ലങ്ങ് വൃത്തിക്കങ്ങ് ഉപയോഗിച്ചു. സങ്കടമൊന്നുമില്ല, എന്നാലും കിട്ടിയ ചാൻസ് പിന്നെ ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ? അപ്പോൾ നമ്മുടെ അജാസും റുക്സാനയും നല്ലത് വേണമെങ്കിൽ തിമിർത്തു. റുക്സാന തിമിർത്തു എന്ന് പറയാൻ പറ്റില്ല, അജാസ് കിട്ടിയത് നല്ലവണ്ണം മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കേട്ട് നല്ലവണ്ണം മുതലാക്കിക്കോട്ടോ. അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാം. ബൈ.